നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമല്ലവാരം. ഇതെൻ്റെ 185-ാമത്തെ എപ്പിസോഡാണ്. ഇതിൻ്റെ ടൈറ്റില് ഈസ് സെൽഫ് പ്രൈസ് എ സിൻ എന്നുള്ളതാണ്. അതായത് ഈ ആത്മപ്രശംസ ഒരു പാപമാണോ എന്നാണ് ഇതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണയായിട്ട് ഞാനൊരു എപ്പിസോഡിൻ്റെ മാറ്റർ സ്വയം കണ്ടുപിടിക്കുക പതിവ്. അപ്പം ഇത്തവണ ഓണത്തിൻ്റെ ബഹളമൊക്കെ ആയതുകൊണ്ട് എനിക്കൊന്നും ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. പോരാത്തതിന് മകനും മരുമകളും ഓണം കൂടാൻ വീട്ടിൽ വരികയും ചെയ്തിരുന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ ഈ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ മാറ്റർ ഞാനും മകനുമായിട്ടുള്ളൊരു ഡിസ്കഷനിലാണ് ഇത് ഇങ്ങനെ സെൽഫ് പ്രൈസിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു വന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ ഞാൻ കണ്ടെത്തിയതാണ്. അത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് സമർപ്പിക്കുന്നത്. ഇതിൻ്റെ ടൈറ്റിൽ സൂചിപ്പിച്ച പോലെ ആത്മപ്രശംസയെ പറ്റിയാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഹിന്ദു മിത്തോളജിയിൽ അനുസരിച്ച് ആത്മപ്രശംസ നമ്മളെ തെറ്റിലേക്കും തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നതിലേക്കും നയിക്കുമെന്നാണ് പറയുന്നത്. ഹിന്ദു മിത്തോളജി നമ്മൾ പ്രശംസ ചെയ്താൽ നമ്മളെ തെറ്റിലേക്കും തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നതിലേക്കും നയിക്കുമെന്നാണ് ഹിന്ദു മിത്തോളജി പറയുന്നത്. ഇനി ഒരാൾ സ്വന്തം കാര്യങ്ങൾ പൂഴ്ത്തി പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾക്ക് അതിനുള്ള അർഹതയില്ലാത്ത ആളായിരിക്കുമെന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അതായത് യഥാർത്ഥത്തിൽ അയാൾക്ക് അതിനുള്ള അർഹതയില്ലാത്ത ആളായിരിക്കും എന്നാണ് ഹിന്ദു തത്വശാസ്ത്രം പറയുന്നത്. മാത്രമല്ല, ശരിയായ അർഹതയുള്ള ഒരാൾ ഒരിക്കലും തന്നെപ്പറ്റി പൂഴ്ത്തി പറയില്ല എന്നും ഹിന്ദു മിത്തോളജി പറയുന്നുണ്ട്. മനസ്സിൻ്റെ 6 ശത്രുക്കൾ ഇവരൊക്കെയാണെന്നാണ് ഹിന്ദു മിത്തോളജി പറയുന്നത്. അത് കാമക്രോധ ലോഭ മത മോഹ മാത്സര്യങ്ങൾ എന്നാണ്. ഭഗവത്ഗീത ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നത് ഇങ്ങനെയാണ്: ഹേ അർജുന, നീ എന്ത് ചെയ്യുന്നതും കഴിക്കുന്നതും ത്യാഗം ചെയ്യുന്നതും പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതും എല്ലാം എനിക്ക് വേണ്ടി ചെയ്യൂ. അല്ലെങ്കിൽ എന്നെ മുൻനിർത്തി ചെയ്താൽ, അങ്ങനെ ചെയ്താൽ നീ എൻ്റെ കർമ്മഫലം ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും എൻ്റെ കർമ്മഫലം നിന്നെ ബാധിക്കത്തില്ലെന്നാണ് പറയുന്നത്. മാത്രമല്ല, അത് നീ എന്നിൽ വന്നു ചേരാനായിട്ട് മുക്തി ലഭിക്കാനുള്ള കാരണവും ആകും എന്നും പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല, എന്നിൽ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഭക്തൻ ഒരിക്കലും തെറ്റായ വഴി കൂടി സഞ്ചരിക്കുക സാധ്യമല്ലെന്നും ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. ഇനിയും സെൽഫ് പ്രൈസ് ചില സാഹചര്യങ്ങൾ അത്യന്താപേക്ഷിതമാണെന്ന് ഹിന്ദു തത്വശാസ്ത്രം പറയുന്നുണ്ട്. അതായത് ഒരു മെഡിസിൻ പോലെ ചില സാഹചര്യങ്ങളിൽ ഈ സെൽഫ് പ്രൈസ്, അതായത് ആത്മപ്രശംസ ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട്. അതിന് ഉദാഹരണം പറയുന്നത്, അപ്പോൾ അതിന് പാവമായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. ഒരു മെഡിസിൻ, അതായത് ഒരു ഔഷധമായിട്ടാണ് ഉപയോഗിക്കുന്നത് ആത്മപ്രശംസ. ഉദാഹരണത്തിന്, ഒരാൾക്ക് ആത്മവിശ്വാസം കുറവാണെങ്കിൽ അയാളുടെ ആത്മപ്രശംസ അയാൾക്ക് ഗുണം ചെയ്യുമെന്നും പറയുന്നുണ്ട്. ആ ആത്മപ്രശംസ അയാൾക്ക് ഡിപ്രഷനിലേക്കും മറ്റ് പ്രശ്നങ്ങളിലേക്കും പോകാതെ അയാളെ രക്ഷിക്കുകയും ചെയ്യുമെന്നാണ് ഹിന്ദു തത്വശാസ്ത്രം പറയുന്നത്. ഇനി മനഃശാസ്ത്രം പറയുന്നത് എന്താണെന്ന് നോക്കാം. ചില പ്രത്യേക മനസ്സുള്ളവർക്ക് മറ്റുള്ളവരുടെ അംഗീകാരവും പ്രോത്സാഹനവും പ്രതീക്ഷിക്കുന്നവരാണ്. അപ്പോൾ ആ പ്രത്യേക മനസ്സുള്ളവർക്ക് ഈ അംഗീകാരവും പ്രോത്സാഹനവും അവരുടെ ഒരു വലിയ ആഗ്രഹമാണ്. മറ്റുള്ളവർ അവരെ അംഗീകരിക്കണമെന്നും അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും. അങ്ങനെ അവരുടെ സംഭാവനകൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു അവർ ശരിയായി വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് അവർക്കും അംഗീകാരവും പ്രോത്സാഹനവും കിട്ടണം. അതുകൊണ്ട് അവർക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമെന്ന് ഈ മനഃശാസ്ത്രം പറയുന്നുണ്ട്. പിന്നെ പല സർവേകളും, മനഃശാസ്ത്രത്തിൻ്റെ പല സർവേകളും കണ്ടെത്തിയത് പോസിറ്റീവായി നമ്മളെപ്പറ്റി പറയുന്നതും സ്വയം അംഗീകാരം നൽകുന്നതും നമ്മുടെ സ്ട്രെസ്സും അതുപോലെ ആകാംക്ഷ, ഇത് രണ്ടും കുറയ്ക്കാൻ നല്ലതാണെന്നാണ് മനഃശാസ്ത്രവും പറയുന്നത്. പിന്നീട് ഈ കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് നമ്മളിപ്പോൾ ഒരു കുട്ടിയോട് പറയുക, ഒരു വീട്ടിലെ പഠിക്കുന്ന മുറിയിലെ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഇത് നല്ല ഓർഡറിൽ അടുക്കി വെച്ചിരിക്കുക എന്ന് അവനോട് പറഞ്ഞാൽ അവനത് വളരെ ഒരു പ്രോത്സാഹനജനകമായ കാര്യമാണ്. അപ്പം മാത്രമല്ല, അവർ കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നീ ഒരു നല്ല കുട്ടിയാണ് എന്ന് പറയുന്നതും അവരുടെ പ്രോത്സാഹനമാണ്. അവർ നല്ല വഴി വരികയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പുതിയ ലോകത്തിലെ പോസിറ്റീവായ കാര്യങ്ങൾക്ക് നല്ല തയ്യാറെടുപ്പും അവർക്ക് എടുക്കാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മളൊരു കൊച്ചുമകളോ അല്ലെങ്കിൽ കൊച്ചുമകനോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മക്കളോ ഒക്കെ അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അവർ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുകയും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്യും ഭാവിയിൽ. ഇനി അമിതമായി ആത്മപ്രശംസ നടത്തുന്നവരെ നമ്മൾ ഡിസ്റ്റൻസിൽ വേണം ഇടപെടാനെന്ന് മനഃശാസ്ത്രം പറയുന്നുണ്ട്. കാരണം എപ്പോഴും ഒരു സ്വന്തം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളിനെ നമ്മൾ അധികം അങ്ങോട്ട് ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ഡിസ്റ്റൻസിൽ നിർത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പിന്നെ നമ്മൾ സാധാരണ എല്ലാ ആളുകൾക്കും നമ്മൾ കോംപ്ലിമെൻറ്റ്സ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ഒരു, നമുക്ക് മറ്റുള്ളവരോട് സഹകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗം. അവരുടെ നല്ല കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് അതിനൊരു അംഗീകാരം അല്ലെങ്കിൽ ഒരു കോംപ്ലിമെൻറ്റ്, ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അത് അവർക്ക് നമ്മളോട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ ഉള്ള നല്ലൊരു പ്രോത്സാഹനം അവർക്കും കിട്ടും. അതിൽ കൂടെ നമുക്കും അവരുടെ ഭാഗത്തു നിന്നുള്ള അംഗീകാരം കിട്ടുകയും ചെയ്യും. പിന്നെ മനഃശാസ്ത്രം വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ ഒരു കോംപ്ലിമെൻറ്റ് നമ്മളൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഒരു സാമ്പത്തിക ലാഭം കിട്ടുന്ന പോലെ തോന്നുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പിന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ചില ഭാഗങ്ങളിലാണ് ഇതിൻ്റെ ഈ കോംപ്ലിമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവിടെയാണോ ഈ ഇതിൻ്റെ ഉത്തേജനം നടക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കോംപ്ലിമെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തിക ലാഭം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും അംഗീകാരവും ഒക്കെ ആ ബ്രെയിനിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ കോംപ്ലിമെൻറ്റിനും ഉണ്ടാക്കാൻ സാധിക്കുമെന്നും പറയുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് ഒരു കോംപ്ലിമെൻറ്റ് കൊടുക്കാൻ മനസ്സ് ഉണ്ടായിരിക്കണമെന്നാണ് മനഃശാസ്ത്രം പറഞ്ഞു വയ്ക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ നന്ദി, നമസ്കാരം.